നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ട്രെയിനിൽ നിന്നും ടി.ടിയെ യാത്രക്കാരൻ തള്ളിയിട്ട് കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിലാണ് നാട്. കൊല്ലപ്പെട്ട ടി.ടി വിനോദിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിട്ടു നൽകും. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പൊതുദർശനം കഴിഞ്ഞാകും മൃതദേഹം മഞ്ഞുമലിലെ വീട്ടിലെത്തിക്കുക. കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ ട്രെയിനിൽ നിന്നും തള്ളിയിടുകയായിരുന്നുവെന്നാണ് എഫ്ഐആർ. മരണത്തിന്റെ ഞെട്ടലിലാണ് വിനോദിന്റെ കുടുംബം. പലതും നമ്മൾ ടി വിയിൽ കാണാറുണ്ട്. പക്ഷെ നമ്മൾക്കൊരു ഇത് വരുമ്പോഴല്ലേ നമുക്കതിൻ്റെ ഇത് മനസ്സിലാവും. എന്നാലും എനിക്ക് കേരളത്തിൽ നിന്ന് ഇവന്മാരെ അടിച്ചു ഓടിക്കണം, അതാണ്. അല്ലാണ്ട് വേറെ ഇതിനൊരു പ്രതിവിധി അല്ല. പല സംഭവങ്ങളും ഇതിനനുസരിച്ച് ഇവിടെ നടന്നിട്ടുണ്ട്. ഇതുവരെ ഇതിനൊന്നും പ്രതികരിക്കാതിരുന്നിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ. ഒരു ടി.ടിക്കിന്റെ ജീവന് എന്ത് വിലയാ ഉള്ളത്? അത് ആലോചിച്ച് നോക്കാം നിങ്ങൾ. പോലീസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഒരു ടി.ടിയുടെ വില ഇതിന് ഒരു വിലയുമില്ല. എല്ലാവിധ സഹായങ്ങളും എല്ലാവർക്കും ചെയ്യുന്നതായിരുന്നു എൻ്റെ ആങ്ങള. എന്നിട്ട് അവന് ഈ ഗതി വരുമ്പോന്ന് ആലോചിച്ച് നോക്കി. നല്ല വണ്ണവും പൊക്കമുള്ള ഒരാള് ഈ ഇവന്മാരുടെ ഈ ക്രൂരതയ്ക്ക് ഇരയായി എന്ന് പറയുമ്പോ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഞങ്ങളുടെ കുടുംബത്തിന് ആളില്ലാണ്ടായി. ഇവരെ എല്ലാം ഇവിടെ നടന്ന് പ്രോത്സാഹിപ്പിച്ച് ഇതുപോലുള്ള ഓരോരോ അപകടങ്ങൾ മറ്റുള്ളവർക്കും നമുക്ക് വന്നപ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. ഇതുപോലെയല്ലേ ഓരോ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കും. ഇതിനെതിരായിട്ട് നിങ്ങൾ മീഡിയക്കാരും എല്ലാം ശക്തമായിട്ട് പ്രതികരിക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അതെ, അവന് കള്ളൻ തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യോ? കള്ളനായോണ്ട് തന്നെയല്ലേ. എന്താ റെയിൽവേയുടെ ഇതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ആങ്ങളെ പ്രവർത്തിച്ചത്. പക്ഷെ കിട്ടിയ സമ്പാദ്യം എന്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം ജീവൻ കൊടുക്കേണ്ട വന്നു അവന്. ആ ജീവൻ എൻ്റെ അമ്മയുടെ ഈ വിളി നിങ്ങൾ കേട്ടില്ലേ? ആരാ ഇനി എൻ്റെ അമ്മയ്ക്കുള്ള ആശ്രയം? ആലോചിച്ച് നോക്ക്. ഈ ടി.ടിമാർക്ക് എന്തായാലും നിങ്ങൾ അതിനൊരു ഇതിനൊരു കരുതലുണ്ടായില്ലെങ്കിൽ ഇനി പല പല ആൾക്കാർക്ക് ഇതുപോലുള്ള ഇതും വേദനകളും ഒക്കെ ഉണ്ടാകാനായിട്ടുണ്ട് ഇടയുണ്ട്. നിങ്ങൾ അതിനെതിരായിട്ട് പ്രതികരിക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അമ്മ ഇതറിഞ്ഞിട്ടില്ലേ? അമ്മയുടെ ആക്സിഡന്റ്. ടി.ടി വിനോദിന്റെ വസതിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, കുടുംബത്തിന്റെ നാടിന്റെ വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർക്കൊക്കെ, നാട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം ഏറെ പ്രിയപ്പെട്ട വിനോദ്, കലാകാരനായ വിനോദ്. അങ്ങനെ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന അവരുടെ വേദനയിൽ തന്നെ എല്ലാമുണ്ട്. പുതിയ വീട് വെച്ചു, അതിൻ്റെ സന്തോഷമൊക്കെ മാറും മുൻപേ വലിയ ദുഃഖത്തിലേക്ക് ആ വീട് പോയൊരവസ്ഥ. എന്താണ് ഈ മരണവുമായി ബന്ധപ്പെട്ട്, ഈ വിനോദിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ പറയുന്നത്? ഇതിനു മുൻപ് പലപ്പോഴും ഇതര സംസ്ഥാനക്കാരുടെ ഭാഗത്തു നിന്ന് ഇത്തരം അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം പറയുന്നത്? ആജ്ഞ. ടോം, നമ്മളോട് കുറച്ചു മുമ്പേ പ്രതികരിച്ചത് വിനോദിൻ്റെ ചേച്ചി സന്ധ്യയാണ്. ഒരു സഹോദരിയാണ് വിനോദിനുള്ളത്. അവരാണ് നമ്മളോട് പ്രതികരിച്ചത്. അവർ ഈ അവസ്ഥയിൽ പോലും അവർ പ്രതികരിക്കാൻ തയ്യാറായി എന്നുള്ളത് അങ്ങേയറ്റം അതിശയകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അതിഥി തൊഴിലാളികളുടെ പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ്. ഞങ്ങൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ മറ്റാരാണ് ഇത് അഡ്രസ്സ് ചെയ്യുക എന്നൊരു മുഖവരയോടെയാണ് അവർ നമ്മളോട് സംസാരിക്കാമെന്ന് അങ്ങനെ തന്നെ തയ്യാറായത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അക്രമ സംഭവങ്ങൾ നോക്കിയാൽ തന്നെ
അതിഥി തൊഴിലാളികളാണ് അതിൽ പ്രതികൾ. ഇവർക്കെതിരെ എന്ത് നടപടികളാണ് ഉള്ളത്? അല്ലെങ്കിൽ ഈ റെയിൽവേ ജീവനക്കാർക്ക് RPFും സ്റ്റേറ്റ് പോലീസിൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ടെങ്കിൽ പോലും ഒരാവശ്യത്തിന് ഇവരുണ്ടാകില്ല, അല്ലെങ്കിൽ ഈ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് ഇവരുണ്ടാകില്ല എന്നൊരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ വിനോദിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കൊലീഗ്സായ കുറച്ച് സ്ത്രീകളിവിടെ ഉണ്ടായിരുന്നു. അവരവരുടെ സ്ത്രീ എന്നുള്ള തരത്തിലുള്ള ആങ്സൈറ്റിയും അത്തരത്തിൽ, അതായത് വിനോദിനെ പോലെ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിനെ തള്ളിയിടുന്നത്. അത് ഞങ്ങൾക്ക് നേരെയുണ്ടാകും. ഞങ്ങളൊക്കെ ചിലപ്പോൾ ഊതിയ പറക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം, അത്ര ആരോഗ്യമുള്ളവരായിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ പോലും എന്താണ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുക? ഇത്തരത്തിലുള്ള ആങ്സൈറ്റികൾ, ഉത്കണ്ഠകൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് അവർ മീഡിയയ്ക്ക് മുന്നിൽ ഉയർത്തുന്നത്. ഇവരെല്ലാവരും നമുക്ക് ചുറ്റും നിൽക്കുന്ന ഇവരൊക്കെ തന്നെ അത്തരത്തിലുള്ള ആശങ്കകൾ പങ്കുവെക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ അവരുടെ എല്ലാവരുടെയും പ്രശ്നം ഇത് തന്നെയാണ്. ഇങ്ങോട്ട് ഒരു കണക്കുമില്ലാതെ, കയ്യും കണക്കുമില്ലാതെ അതിഥി തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നു. അവരുടെ രേഖകൾ എന്താണ്? അവരെ കൊണ്ട് തദ്ദേശീയർക്കുണ്ടാകുന്ന ആക്രമണങ്ങളിൽ അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ എന്താണ്? കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ജസ്റ്റിസ് സതീഷ് നൈനാൻ്റെ ഡ്രൈവർ വിനോദ് ഒരു പട്ടി കുറിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പിടിമുറുക്കുകയും 4 അതിഥി തൊഴിലാളികൾ ഈ കൊലപാതക കുറ്റത്തിന് അറസ്റ്റിലാവുകയും ചെയ്ത അശ്വിനി എന്ന് പറയുന്ന അയാൾ, ആ അതിഥി തൊഴിലാളി, ഉത്തർപ്രദേശ് സ്വദേശിയായി അയാൾ ആ കൊലപാതകം ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. ഇങ്ങനെ നീളുന്നു. ആലുവയിലെ 2 പോക്സോ കേസുകൾ. ഇത്തരത്തിൽ നമ്മുടെ മുന്നിൽ എണ്ണി പറയാൻ പറ്റുന്ന തന്നെ, വിരലിൽ എണ്ണി എടുക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഈ 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അനവധി സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരോട് ചോദിക്കാം, ഇവർക്ക് നമ്മളോട് പറയാനുണ്ട്. എന്താണ് അവരുടെ ആശങ്ക? എന്താണ് അതിന് പരിഹാരമായിട്ട് അവരെന്താണ് നിർദ്ദേശിക്കുന്നത്? നമുക്ക് ചോദിക്കാം. ചേച്ചി, എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ചേച്ചി പറഞ്ഞാൽ ചേച്ചിയുടെ കുടുംബത്തിന് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ എന്താണ് ഇത്രയും അറിയുന്ന ഒരാൾക്ക് വന്നപ്പോഴാണ് നമുക്ക് ഇത്രയും ഫീൽ ചെയ്യുന്നത്. ഇതുപോലെ എത്ര ആളുകൾക്കാണ് ഇതുപോലെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. നമുക്കറിയാം, ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. സൗമ്യയുടെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പട്ടി ഉണ്ടായി ജീവൻ പൊലിഞ്ഞ ആൾ, ഇതുപോലെ ഒരു കണക്കില്ലാതെ വരുന്ന അതിഥി തൊഴിലാളികളെ എന്താണ് ഇവർ ചെയ്യുന്നത്? സർക്കാർ എന്ത് നടപടിയാണ് ഇവർക്കെതിരെ എടുക്കുന്നത്? ഒന്നാമത്, എന്ത് അക്രമം ചെയ്താലും ശിക്ഷയില്ല. സൗമ്യയുടെ കൊലപാതകം നടന്നിട്ട് നല്ല ഭംഗിയായിട്ട് മമ്മൂട്ടിയെ പോലെ ഒരാൾ ഇരിക്കുന്നു ജയിലിൽ. ഇതും അറിയാലോ, ഇത്രയും തണ്ടും തടിയുള്ള ഒരാൾ, സന്ധ്യയുടെ ബ്രദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പോലും ഒന്ന് ചെറുത്ത് നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ എവിടുന്നോ വന്ന ഒരാൾ ജീവൻ കളഞ്ഞു. എന്താണ് അമ്മയുടെ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ? നെഞ്ചു പൊട്ടിയാണ് അമ്മ ഇന്ന് നിലവിളിക്കുന്നത്. ഇതുപോലെ എത്ര പേരാണ് ഇവിടെ ജീവൻ പൊലിഞ്ഞത്? അവർക്ക് ഒരു ആശ്വാസം എന്താണ് സർക്കാർ കൊടുക്കുക? എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് നമുക്കറിയണില്ല. ഈ ഒരു സാഹചര്യത്തിലും അധികൃതർ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ, പ്രത്യേകിച്ചും റെയിൽവേ ഉദ്യോഗസ്ഥർക്കായിക്കോട്ടെ, അങ്ങനെ ഡ്യൂട്ടിയിലുള്ള ആളുകൾക്ക് ചെയ്യുന്നില്ല എന്നൊരു പരാതി കൂടിയുണ്ടോ? ഉറപ്പായിട്ടും അവർ ഈ ഒരാളാണ് ഇത്രയും ടിക്കറ്റ് എല്ലാവരുടെയും പരിശോധിക്കാനായിട്ട് ചെല്ലുന്നത്. ഇവരിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ 2 പേരോ കൂട്ടം കൂടി ആക്രമിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത്? അവർക്ക് ശരിക്കും ഒട്ടും സുരക്ഷിതരല്ല റെയിൽവേ ജീവനക്കാരെന്നാണ് തോന്നിയിട്ടുള്ളത്. അവർക്ക് ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനിടയിൽ ഇതുപോലെ പല സംഭവങ്ങളും സംഭവിക്കാവുന്നതാണ്. എന്താ പറയുക, ഇതുപോലെയുള്ള ജീവൻ പോകുന്ന തരത്തിലുള്ള പല സംഭവങ്ങളും സംഭവിക്കും. അപ്പോൾ അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ റെയിൽവേക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് തന്നെയാണ് ഇവർക്ക് എന്നാണ് നമ്മുടെ അഭിപ്രായം. പിന്നെ ഈ വരുന്ന അതിഥി തൊഴിലാളികളുടെ യാതൊരുവിധ രേഖയില്ലാതെയാണ് വരുന്നത്. ഇപ്പോൾ ഈ പെരുമ്പാവൂരും മറ്റുള്ള പല സ്ഥലങ്ങളും ഉണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിഥി തൊഴിലാളികളുടെ ഗൾഫാണ്. അവർ കൂട്ടം കൂടി വരികയാണ്. നമ്മളുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലും ആലുവ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ഫോറിൻ അല്ലെങ്കിൽ UPയിലോ ബംഗാളിലൊക്കെ ചെന്ന ഒരു പ്രതീതിയാണ് നമ്മൾക്കുണ്ടാകുന്നത്. നമ്മളാണ് ഇവിടെ വന്ന ആൾക്കാരെന്ന് തോന്നിപ്പോവും. അതുപോലെയാണ് അവർ. അത് മാത്രമല്ല, പല ആൾക്കാരും ഇപ്പോൾ ഇവരാണെങ്കിൽ മെട്രോയിലൊക്കെ കയറി കഴിഞ്ഞാൽ ചുമ്മാ ആടുകയാണ് വന്ന് മേലോട്ട് കുടിച്ചിട്ട്. ഇവരത് കുടിക്കുന്ന മാത്രമല്ല, മറ്റേ കഞ്ചാവ് പോലെയുള്ളതൊക്കെ ഉണ്ടെന്ന്, മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇവർ നമ്മുടെ മേലോട്ട് വന്ന് വീഴാൻ പോകുന്നു. കണ്ടു നിൽക്കാൻ ഒരാളും പ്രതികരിക്കുന്നില്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ആരും, എനിക്കല്ലല്ലോ, എൻ്റെ വീട്ടിലല്ലല്ലോ, അപ്പുറത്തെ വീട്ടിലല്ലേ. ഇതാണ് നമ്മുടെ ഓരോരുത്തരെ. ഇതിപ്പം നമ്മുടെ വീട്ടിൽ വരുന്നപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കാനും തയ്യാറാവണം. അതില്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഗവൺമെൻറ് പ്രതികരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇവിടെ നിർജീവമാണ്.
ഒരു പ്രതികരണവും ഇല്ല. അവർ ജനങ്ങൾ പ്രതികരിക്കട്ടെ ഇതിനെതിരെ. അതുപോലെ നമ്മൾ സ്ത്രീകളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും നമ്മുടെ വീട്ടിലെയാണ് എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കാൻ തുടങ്ങും. അതില്ലാത്ത നമ്മളുടെ കുഴപ്പം. ഉറപ്പായും റെയിൽവേ ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുക തന്നെ വേണം. അതിനുള്ള നടപടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കണം. അതെ. ഇപ്പോൾ ചേട്ടൻ്റെ സുഹൃത്താണ്, ബാല്യകാല സുഹൃത്താണ് ചേട്ടൻ. ഒരുപാട് കാലമായി ഇദ്ദേഹത്തെ അറിയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങേയറ്റം ദുഃഖകരമാണ്. എന്താണ് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്? ഞാൻ തിരുവനന്തപുരം താമസിക്കുന്നത്. ഞാൻ അവനോട് 7ാം ക്ലാസ് ഒത്ത് പഠിച്ചതാണ്. 3 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു, സംസാരിച്ച് അടുത്ത ആഴ്ച തിരുവനന്തപുരം വരും എന്ന് പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ആരോഗ്യമുള്ള ഒരാളാണ്. പക്ഷേ ഒരു കൊച്ചു പയ്യനാണ് അവനെ പിടിച്ച് തള്ളിയത്. അപ്പോഴത്തേക്ക് അത്രയ്ക്ക് ദുഃഖകരമാണ്. പക്ഷേ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ അനാസ്ഥയാണ്. ഇത് ഒരു GTR ടിക്കറ്റ് ചോദിക്കുന്ന പറ്റി പിടിച്ച് തള്ളണം എന്ന് പറഞ്ഞാൽ ഈ റെയിൽവേയിൽ ആരെങ്കിലും ഉണ്ടാ? നമ്മളത് ചോദിക്കാനുള്ളൂ. റെയിൽവേയിൽ വേറെ കേസ് പറയാം. ഈ യാത്ര ചെയ്യുമ്പോൾ ഡോറ് അടപ്പിക്കും, കറക്റ്റ് അടയ്ക്കണം. അടച്ച് അടുത്ത സ്റ്റേഷനിലാണോ ഡോറ് തുറന്നിറങ്ങണം. അങ്ങനെ വരുമ്പോൾ കൂടുതൽ അപകടം ഉണ്ടാവാതെ വരും. ഇത് ഡോർ ഇങ്ങനെ തുറന്നിടുമ്പോൾ ഇവർ ഈ സൈഡിൽ നിൽക്കും, ചാടാൻ വേണ്ടി കറക്റ്റാக നിൽക്കും, പിടിച്ചങ്ങ് തള്ളി കൊടുക്കുക. അങ്ങനെ പല സംഭവവും നടന്നിട്ടുണ്ട്. അതേപോലെ ഈ തൊഴിലാളികൾ നമ്മൾ തിരുവനന്തപുരത്ത് കേശവപുരത്ത് ഒരു അമ്മച്ചിയെ കൊന്നതും ഇതേപോലെയാണ്. അമ്മാവല്ല സമയത്ത് അവിടെ ജോലി ചെയ്ത് അമ്മച്ചി വെള്ളമെല്ലാം കൊടുത്ത ഒരു അമ്മച്ചിയാണ് ഇതേപോലെ ഈ ഇന്ത്യക്കാർ കൊന്നത്. അപ്പോൾ ഇവരിപ്പം പെരുകി വരികയാണ്. അത് നമ്മളെപ്പോലെയുള്ള സർക്കാർ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർ ചേർന്ന് മുമ്പ് ഏഷ്യാനെറ്റിൽ അവർ പറഞ്ഞിരുന്നു ഒരു 2023-25 കാലങ്ങളിൽ യവന്മാർ പേരും ഇവിടെ ആകെ കുഴപ്പമാകും. ഇപ്പോൾ ഏഷ്യാനെറ്റ് പറഞ്ഞാൽ കറക്റ്റാണ്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മുമ്പോട്ട് പോയില്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എറണാകുളം ഇങ്ങനെയാണ് കൂടുതലുണ്ടാവുന്നത്. തിരുവനന്തപുരത്ത് കുറവാണ്. ഈ എറണാകുളം ഭാഗമാണ് ഇപ്പം കൂടുതലും ഉണ്ടാകും. അതിന് നമ്മൾ സർക്കാർ ഒരു നടപടി എടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നങ്ങളാവും. ഞാൻ പറയാനുള്ള കാര്യം എൻ്റെ ശേഷമായി പോയി, അതുകൊണ്ടാണ് നമ്മൾ പറയേണ്ടി വന്നത്. അവൻ ഒരു TTR ആണ്, അവൻ ടിക്കറ്റ് അവനെ പിടിച്ചു. അപ്പോൾ സംസാരിച്ചു ഇന്ന് ഇടയ്ക്ക് അവൻ മീനും വിചാരിച്ചില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്, തള്ളിയിട്ടു. ചേച്ചി അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ കൂടിയാണ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായി പറയാനുള്ളത്? പേഴ്സണലി പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല. അത്രമാത്രം പ്രിയപ്പെട്ട ഒരാളാണ്. എൻ്റെ മാമനാണ്. വളരെ ഇന്നലെ മുതൽ വളരെ ഷോക്ക്ഡാണ്. ഞങ്ങൾക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരു മാമനെ പോലെയല്ല, കൂട്ടുകാരെ പോലെ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും. ഒരു ഫാമിലി ഒക്കേഷൻ ആയാലും എപ്പോഴും എല്ലാ കാര്യത്തിനും മുൻപിൽ നിൽക്കുന്ന ആളാണ്. ആ ആൾക്ക് അതും ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത്, ഇത്രയും സിൻസിയറിറ്റിയോടുകൂടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. ജോലി എത്ര വയ്യായികയാണെങ്കിലും പുള്ളി ജോലിക്ക് പോകും, ഒരു ലീവ് എടുക്കില്ല. അത്രയും ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്ത ഒരു ആളാണ്. ആ സർവീസിലിരിക്കെ തന്നെ ഇങ്ങനെ ഒരു അനുഭവം അദ്ദേഹത്തിന് കിട്ടിയത് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിന് റെയിൽവേ ഉദ്യോഗസ്ഥർ എന്താണെങ്കിലും അതിന് നടപടി എടുക്കണം എന്ന് തന്നെ. ഇതിനി നാളെ ഒരു വീട്ടിലും ഇത് സംഭവിക്കരുത്. ഈ ഒരു സംഭവം ഇനി ഒരു വീട്ടിലും സംഭവിക്കരുത് എന്നാണ് എനിക്ക് പറയേണ്ടത്. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എനിക്കിത് തന്നെയാണ് പറയാനുള്ളത്. ഈ അതിഥി തൊഴിലാളികൾക്കെതിരെ സർക്കാർ നന്നായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതുതന്നെയാണ് ടോം എല്ലാവർക്കും പറയാനുള്ളത്. കണക്കുകളില്ലാതെ, രേഖകളില്ലാതെ കേരളത്തിലേക്ക് ഞാൻ തീർച്ചയായും, കാരണം ആ കുടുംബത്തിന്റെ വാക്ക് അത് കേരളത്തിന്റെ ശബ്ദമാണ്. കാരണം ഇതര സംസ്ഥാനക്കാർ ഈ രീതിയിൽ വലിയ രീതിയിൽ കേരളത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്, കേരളത്തിന് അക്രമം ഇളക്കിവിടുന്നുണ്ട്. നിരവധി സംഭവങ്ങൾ ഈ കുടുംബം തന്നെ, വിനോദിന്റെ കുടുംബം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ രീതിയിൽ TTമാർക്ക് പ്രവർത്തിക്കാൻ, ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്ന് കേരളത്തിൽ പല ട്രെയിനുകളിലുമുണ്ട്. അതിൽ പ്രധാനമായും TTമാർ തന്നെ ചൂണ്ടിക്കാണിച്ച വിഷയം ഇതാണ്. അതായത് ഇത് ഏത് രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു നടപടി സ്വീകരിക്കേണ്ടത് എന്ന കാര്യമാണ് TTമാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതര സംസ്ഥാനക്കാരുടെ എണ്ണം പെരുകുന്നു. അതിന് വേണ്ട ആവശ്യത്തിനുള്ള ട്രെയിനുകൾ നമ്മുടെ നാട്ടിലില്ല. മാത്രമല്ല ഇതര സംസ്ഥാനക്കാർ പലപ്പോഴും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നു. ചോദ്യം ചെയ്താൽ TTമാർക്ക് നേരെ മെക്കിട്ട് കയറുന്ന, അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ, അതല്ലെങ്കിൽ വിനോദിനെ പോലെ കൊല ചെയ്യപ്പെടുന്ന, ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല.
ഇത്തരം നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ സമീപ ദിവസങ്ങളിൽ തന്നെ അരങ്ങേറിയിട്ടുണ്ട്. ഇതര സംസ്ഥാനക്കാരുടെ ക്രൂരതയെക്കുറിച്ച് ഈ കുടുംബം പറയുന്നത് ഏറെ ഗൗരവത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഇനി ഒരാൾക്കും ഈ രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് കേരളത്തോട് ഒന്നടങ്കമായി പറയുന്നത്. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. തൃശ്ശൂരിൽ ബസ്സിൽ നിന്നും വയോധികനെ കണ്ടക്ടർ ചവിട്ടി താഴെയിട്ട കേസാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ എട്ടുമന സ്വദേശി പവിത്രൻ ICUവിൽ ചികിത്സയിലാണ്. ചില്ലറ നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഈ ഒരു ആക്രമണത്തിന് കാരണമെന്നാണ് കുടുംബം പറയുന്നത്. തൃശ്ശൂർ ഇരിങ്ങാലക്കുട റൂട്ടിലോടുന്ന ശാസ്ത ബസ്സിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. ബസ് ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, നമുക്ക് ഒരു വശത്ത് ഒരു ഇതര സംസ്ഥാനക്കാരൻ്റെ ക്രൂരത, അത് TTക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെങ്കിൽ, ഒരു കൊലപാതകം സംഭവിച്ചതെങ്കിൽ, മറുവശത്ത് നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു ബസ് കണ്ടക്ടർ യാത്രക്കാരനെ ആക്രമിക്കുന്ന സംഭവം. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില്ലറ നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കമാണെന്ന് പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ഗുരുതരമായി പരിക്കേറ്റ ഈ പവിത്രൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? പോലീസിൻ്റെ നടപടി കണ്ടക്ടർക്കെതിരെ, ബസ്സിനെതിരെ ഏത് രീതിയിലുള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്? ടോമി, വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പൊതുജനം എങ്ങനെയാണ് സുരക്ഷിതമായി ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുക എന്നൊരു ആശങ്ക കൂടി പങ്കുവയ്ക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ, ഇല്ലെങ്കിൽ ഇന്നലെയൊക്കെ നമ്മളെ ഞെട്ടിപ്പിച്ചൊരു വാർത്ത തന്നെയാണ് ഈ ട്രെയിനിൽ വെച്ച് വിനോദിനെ തള്ളിയിട്ട സംഭവം. അതിനുശേഷമാണ് നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ആണ് ഈ സംഭവം തൃശൂർ കരുവന്നൂരിൽ ഉണ്ടാകുന്നത്. വയോധികനാണ്, അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ട്. അദ്ദേഹം ബസ്സിൽ കയറി, ശാസ്ത എന്ന പേരുള്ള ബസ്സിൽ കയറി മറ്റൊരിടത്തേക്ക് പോകുന്നതിനിടയിൽ ടിക്കറ്റ് എടുക്കുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കണ്ടക്ടറായ രതീഷ് 14 രൂപയാണ് ആവശ്യപ്പെട്ടത്. തന്റെ കയ്യിൽ 10 രൂപയേ ഉള്ളൂ. പകരം 4 രൂപ ചില്ലറയ്ക്ക് വേണ്ടിയിട്ട് 500 രൂപ, പിന്നെ തന്റെ പക്കലുള്ളത് 500 രൂപയാണെന്ന് പറയുന്നു. 500 രൂപ കൊടുക്കുന്നതിനിടയിൽ കൊടുത്തു. അപ്പോൾ തന്നെ രതീഷ് തിരിച്ചു തരാനുള്ള ബാലൻസ് ഇല്ല എന്നൊക്കെ ഇവർ തമ്മിലൊരു സംഭാഷണം നടക്കുന്നു. അതിനുശേഷം ഈ 500 രൂപയുടെ ബാക്കിയായി കൊടുത്തതിൽ ചില കണക്ക് ശരിയാകാത്തൊരു സ്ഥിതിയിലേക്ക് വരുന്നു. ആ സമയത്താണ് രതീഷിനോട് ബാക്കി പൈസ കൂടി തരാൻ ആവശ്യപ്പെടുന്നത്. അപ്പോഴേക്കും പ്രകോപനത്തോടെ രതീഷ് ഈ വയോധികന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. അതിനുശേഷം ഇറങ്ങേണ്ട സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ളിടത്താണ് ബസ് നിർത്തിയത്. അതിനുശേഷമാണ് ബസ്സിൽ നിന്നും ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ടത്. ആ ആഘാതത്തിൽ തന്നെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു, തലയ്ക്ക് പിന്നിൽ പരിക്കേറ്റിരുന്നു. അതോടൊപ്പം തന്നെ തല പിടിച്ച് കല്ലിലിടിക്കുന്ന ഒരു സാഹചര്യം. എന്താണ് ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു വലിയ പ്രകോപനത്തിലേക്ക് രതീഷിനെ നയിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും ഹൃദയ രോഗമുള്ള ഒരു വ്യക്തി കൂടി, ഒരു വയോധികനാണ്. അതോടൊപ്പം ഈ ഒരു ആഘാതത്തിൽ തലയ്ക്ക് പിന്നിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും തലയിൽ 6 സ്റ്റിച്ച് വരെ ഇടേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇത് കണ്ട നാട്ടുകാരാണ്, അതായത് ഈ വയോധികനെ രതീഷ് മർദ്ദിക്കുന്നത് കണ്ട നാട്ടുകാരാണ് രതീഷിനെ പിടിച്ചു മാറ്റുകയും വയോധികനെ ആദ്യം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത്. പിന്നീട് ബസ്സും ഈ കണ്ടക്ടറെയും ഡ്രൈവറെയും നാട്ടുകാർ തടഞ്ഞിടുകയും പിന്നീട് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും പോലീസും സ്ഥലത്തെത്തി രതീഷിനെയും ഈ ബസ്സും ഈ കണ്ടക്ടറായ രതീഷിനെയും ബസ്സും ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തു. എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ബസ് ഉള്ളത്. ഇതിന്റെ പെർമിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം രതീഷ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രകോപനപരമായ രീതിയിൽ ഒരു വയോധികനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതെന്നുള്ളൊരു വ്യക്തത ഇപ്പോഴും പോലീസിനില്ല. എന്തായാലും രതീഷിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു വാക്ക് തർക്കമാണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണമെന്നാണ്. ഈ ബസിന്റെ പെർമിറ്റ് അടക്കം പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം യാത്രക്കാരോട് പെരുമാറുന്നൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലഹരിക്കടിമകളായവർ, നിരവധി ബസ് ജീവനക്കാർ ലഹരിക്കടിമകളാണെന്ന് പറയുന്നു. ലഹരി ഉപയോഗിച്ച് ഈ ബസ് ഓടിക്കുകയും അതോടൊപ്പം ബസ്സിൽ അവർ ജോലി ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള പരാതികളും ആക്ഷേപങ്ങളൊക്കെ പലപ്പോഴും ഉയർന്നിട്ടുള്ളതാണ്. നമ്മൾ അടച്ചാക്ഷേപിക്കുകയല്ല, ചില ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ പറയുകയാണ്. ഈ കണ്ടക്ടറുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ രീതിയിലാണോ യാത്രക്കാരുടെ ഇയാൾ പൊതുവെ ഇടപെട്ടിരുന്നത്, പെരുമാറിയിരുന്നത്?
ഇത്തരം പരാതികളൊക്കെ ഇതിനു മുൻപ് ഈ കണ്ടക്ടർക്കെതിരെ, ബസ് ജീവനക്കാരനെതിരെ ഉയർന്നിട്ടുണ്ടോ? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബസ്സുകളുടെ മരണപ്പാച്ചിന് തന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ അതിൽ ഇത്തരത്തിലൊരു വലിയ അപകടത്തിലേക്ക് പോകുന്നതും യാത്രക്കാരുടെ ജീവൻ നഷ്ടമാകുന്നതൊക്കെ പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, വാർത്തകൾ വരുന്നതാണ്. എങ്കിൽ പോലും ഈ കണ്ടക്ടർമാരുടെ അല്ലെങ്കിൽ ഡ്രൈവർമാരുടെ അശ്രദ്ധ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകോപനമായിട്ടുള്ള രീതികളൊക്കെ നമ്മളുടെ ചുറ്റും എപ്പോഴും നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ ദിവസം അടക്കം ഗതാഗത മന്ത്രി ഇവർക്ക് കർശനമായിട്ടൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് വേണ്ട രീതിയിലുള്ള ചെക്കപ്പ്, അതായത് ഏതെങ്കിലും അസുഖങ്ങൾ ഉള്ളവരാണോ അല്ലെങ്കിൽ ഇവർ ലഹരി ഉപയോഗിക്കുന്നതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കണം, റിപ്പോർട്ട് നൽകണമെന്ന് ഗതാഗത മന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ നമുക്ക് ചുറ്റും വീണ്ടും നടക്കുന്നത്. എന്തായാലും രതീഷിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റ് യാത്രക്കാരോടും ഇത്തരത്തിൽ മോശമായിട്ടുള്ള പെരുമാറ്റമുണ്ട്. യാത്രക്കാരുടെ ഒക്കെ അഭിപ്രായം രതീഷിനെ കുറിച്ചുള്ള ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പോലീസിന്റേതായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുടുംബവും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി അല്ലെങ്കിൽ രതീഷിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം വയോധികനാണ്, ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് നേരെ ഇത്തരത്തിലുള്ളൊരു ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാൻ എങ്ങനെയാണ് ഒരു മനുഷ്യന് തോന്നുക എന്നുള്ളൊരു കാര്യം കൂടി കുടുംബം സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം നാട്ടുകാരും ഇത് ആവർത്തിക്കുന്നുണ്ട്. ഈ ബസിന്റെ മരണപ്പാച്ചിലും അതോടൊപ്പം ഈ ഡ്രൈവറുടെയും അല്ലെങ്കിൽ കണ്ടക്ടർമാരുടെയും ഒക്കെ മോശമായിട്ടുള്ളൊരു പെരുമാറ്റമൊക്കെ പലപ്പോഴും ഈ യാത്രക്കാർക്കും ഒപ്പം തന്നെ നാട്ടുകാരും ഇത് പലപ്പോഴും പരാതിയായി പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അവരൊക്കെ ഈ ഒരു വിഷയത്തിൽ പറയുന്നുണ്ട്. ഈ റോഡുകളിലെ മരണപ്പാച്ചിൽ അല്ലെങ്കിൽ ബസ്സിൽ കയറുമ്പോൾ ബസ് യാത്രക്കാരോടുള്ള മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമടക്കം അവരും ഇതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു രീതിയിലുള്ള ഒരു പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എങ്കിൽ പോലും ഇങ്ങനൊരു സംഭവം വരുമ്പോൾ മാത്രം പ്രഹസനം എന്ന രീതിയിൽ ഈ ഒരു ബസ്സിലെ ഈ ഒരു നിരീക്ഷണം ശക്തമാക്കുന്നതിനപ്പുറം അല്ലെങ്കിൽ ഈ പോലീസിന്റെ ചെക്കിംഗ് ഒക്കെ കൃത്യമാക്കുന്നതിനപ്പുറം ഇതിലേക്കൊരു ശാശ്വതമായ പരിഹാരം ഇപ്പോഴും വിദൂരമായി തന്നെ പ്രഹസനമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾക്ക് ഉയർന്നു വരുമ്പോൾ ബസ്സുകളുടെ മരണപ്പാച്ചിലും അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗിച്ചുള്ള പിന്നീട് അവർ ഈ ബസ്സുകളുടെ ഈ മത്സര ഓട്ടത്തെ തുടർന്നുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പേരിന് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തും നടപടി ഉണ്ടാകാറുണ്ട്, പരിശോധനകൾ ഉണ്ടാകാറുണ്ട്. മന്ത്രി പറഞ്ഞതുപോലെ ഇതൊക്കെ കൃത്യമായും പരിശോധിക്കും, അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും വീണ്ടും ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഇത്തരം അതിക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഏറെ ലജ്ജിപ്പിക്കുന്ന കാര്യം. കാരണം നമ്മുടെ ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസിനപ്പുറം ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുമോ? ബസ്സിനും ജീവനക്കാർക്കുമെതിരെ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുമോ? നവമി, ടോം, തീർച്ചയായും ബസിന്റെ പെർമിറ്റ് അടക്കം റദ്ദാക്കാനുള്ള നീക്കത്തിലേക്കാണ് MVD കടക്കുന്നത്. അതോടൊപ്പം ഈ രതീഷിന്റെ ലൈസൻസും ഈ ഡ്രൈവർക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. രതീഷിനെതിരെ ഗുരുതരമായ കുറ്റം ചുമത്തി രതീഷിന്റെ ലൈസൻസും ഉണ്ടെങ്കിൽ അത് അടക്കം റദ്ദാക്കാനും ഈ ബസ്സിൽ നിന്നൊക്കെ ഈ ബസ്സിന്റെ തന്നെ പെർമിറ്റ് റദ്ദാക്കാനുമുള്ളൊരു രീതിയിലേക്കാണ് പോലീസിന്റെ നീക്കം, MVDയുടെ നീക്കം. അതനുസരിച്ചുള്ള പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുമൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും പ്രാഥമിക ഘട്ടമായി രതീഷിനെയും ബസ്സിനെയും ഒപ്പം തന്നെ ബസ്സിലെ ഡ്രൈവറിനെയും പോലീസിന്റെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ നാട്ടുകാർ ഈ ഒരു പരാതി ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ ബസ്സിനെയും രതീഷിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ ആരംഭിച്ചു വരികയാണ്. അതോടൊപ്പം ഈ പവിത്രന്റെ കുടുംബവും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പവിത്രന്റെ ആരോഗ്യനില ഭേദപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ആശുപത്രിയിൽ തന്നെയാണ്. ഈ തലയ്ക്കേറ്റ ഗുരുതരമായ പരിക്ക് ഒരു നിരീക്ഷണമാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. എന്തായാലും MVDയുടെ നേതൃത്വത്തിൽ ഒരു ശക്തമായ പരിശോധനയിലാണ് ഇനി എല്ലാ ബസ്സുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അതോടൊപ്പം ഈ രതീഷ് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിന്റെ ഒരു സാധ്യത തള്ളാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രകോപനമായിട്ടുള്ള ഒരു രീതിയിൽ ഒരാൾക്ക് പെരുമാറാൻ കഴിയുന്നത് എന്നുകൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും രതീഷിനെയും ബസ്സിനെയും കേന്ദ്രീകരിച്ച് ഈ ഒരു പെർമിറ്റ് അടക്കം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് MVD നീങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കാനും സാധ്യതയുണ്ട്. ടോം,
വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതുപോലെ ഒരു സാധാരണ മാനസികാവസ്ഥയിൽ ഈ രീതിയിൽ പെട്ടെന്നുള്ള പ്രകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാത്രക്കാരെ ഉപദ്രവിക്കാൻ ഒരു മനുഷ്യർക്ക് സാധിക്കുമോ? ഈ വിഷയത്തിൽ ശക്തമായ നടപടിയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും സ്വീകരിക്കേണ്ടത്. ലഹരി ഉപയോഗിക്കുന്ന ബസ് ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. സമാനമായ അവസ്ഥ, അതായത് TTE കൊലപ്പെടുത്തിയ സംഭവം പരിശോധിച്ചാലും അവിടെ പ്രതി ലഹരിക്ക് അടിമയായിരുന്നു എന്ന് പറയുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിലെ ഹൈക്കോടതിയിലെ ഒരു ഡ്രൈവറായ വ്യക്തിയെ ഒരു പട്ടിക്ക്, അതായത് നായയെ കല്ലെറിഞ്ഞു എന്നതിൻ്റെ പേരിൽ 4 സംഘം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവവും കേരളത്തിലുണ്ടായത്, നമ്മുടെ നാട്ടിലുണ്ടായത്. പെട്ടെന്നുള്ളൊരു പ്രകോപനം ഒരുപക്ഷെ ഇത് കൊലപാതകത്തിലേക്കൊക്കെ വഴിമാറുന്നുണ്ട്. അതിൻ്റെ കാരണം പ്രധാനമായും ലഹരി ഉപയോഗമാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. മലയാളി ദമ്പതികളും സുഹൃത്തും അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യ തന്നെ എന്ന നിഗമനത്തിൽ പോലീസ്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ അരുണാചൽ പ്രദേശിലെത്തി. കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘവും അരുണാചലിൽ ഉടനെത്തും. സംഭവത്തിന്റെ ഞെട്ടലിലാണ് കുടുംബവും നാട്ടുകാരും. നവീനും ദേവിക്കുമൊപ്പം ആര്യ എങ്ങനെ ഉൾപ്പെട്ടുവെന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആര്യയെയും ഇവർ കുടുക്കിയതാണെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള കുട്ടിയെക്കുറിച്ച് വേറൊരു ബാക്ക് ഒരു ഇല്ല. വളരെ നല്ല സ്വഭാവവും വളരെ ഈശ്വര ഭക്തിയും അമ്പലത്തിൽ പോവുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു കുട്ടിയായിരുന്നു. പക്ഷേ ആരെങ്കിലും ട്രാപ്പിൽ വീണതാണോ ഒന്നും നമുക്കറിയില്ല. അതിനിപ്പോൾ അത് നല്ല അടുപ്പായിരുന്നു. കാരണം ഒരേ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അവരാണ് അടുത്ത ഫ്രണ്ടായിട്ടുള്ളത്. ആ കുട്ടിക്ക് അവരോട് വരാറുണ്ട്, അങ്ങോട്ട് ബന്ധപ്പെടാറുണ്ട്, ഒക്കെ ഉണ്ട്. അല്ല അത് കൂടുതൽ നമുക്ക് പറഞ്ഞൂടെ. ഇപ്പോൾ കുട്ടികളെ കാര്യമില്ല, അവരെ പെൺകുട്ടികൾ ഫോൺ ചെയ്യണമൊക്കെ നമ്മൾ അത് വേറെ പുരുഷനായിട്ടാണ് ബന്ധമെങ്കിൽ നമ്മൾ അന്വേഷിക്കണം. ഇത് അങ്ങനെയല്ല, ഒരു കൂടെ ഉള്ളൊരു സ്റ്റാഫിൻ്റെ കൂടെ. അപ്പോൾ അത് ശരി, ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞാൽ വീട്ടുകാരും അതിനകത്ത് വേറെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു, അങ്ങനെ ഇതായിരുന്നു. പക്ഷേ ഇതൊക്കെയാണ് അവരുടെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ അയക്കത്തില്ല. അവർ ഫ്രീ ആയിട്ട് ഒരു കോട്ടയത്തോടെ പോയ സമയത്തായിരുന്നു ആ കുട്ടി പോയത്. അപ്പം പ്രീ പ്ലാനിൻ്റെ മറ്റവർ ചെയ്തതായിരിക്കാം എന്നാണ് നമ്മുടെ വിഷയം. വളരെ ഞാൻ പറഞ്ഞില്ലേ, നല്ല സ്വഭാവവും ഒന്നുമില്ല. ആ കുട്ടി വളരെ ഇതാണ്, അടുപ്പമാണ്. ഏത് കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അമ്പലത്തിൽ പോവും, വളരെ കാര്യങ്ങളെല്ലാം ചെയ്യും, എല്ലാവരുടെയും വളരെ ഒബീഡിയൻ്റാണ് ആ കുട്ടി ബിഹേവ് ചെയ്യുന്നത്. അതിപ്പോൾ ഓരോരുത്തർ അത് ഇപ്പോഴത്തെ പിള്ളേരെ കാര്യം കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? രാത്രി ബെഡ്റൂമിൽ കയറി ഇന്റർനെറ്റ് ഉപയോഗിച്ചത് നമുക്കറിയാൻ പറ്റും. വിവാഹത്തിന്റെ താല്പര്യത്തിനും എല്ലാ കാര്യത്തിനും സാരി എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം കുട്ടി സജീവമായിട്ട് നിൽക്കുകയും അതിൻ്റെ ഇഷ്ടമനുസരിച്ച് തന്നെ കാര്യങ്ങൾ ഇവിടെ വീട്ടുകാർ ചെയ്തു കൊടുത്ത് ഒരു തടസ്സവും ഇല്ല. അവർക്ക് വേറെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടി എന്താണോ പറയുന്നത് അതനുസരിച്ച് തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആയിരിക്കാനാണ് സാധ്യതയെന്ന് ഞാൻ എന്നെപ്പോലുള്ളവർ ഊഹിക്കുന്നു. അത് അറിഞ്ഞുകൂടാ. അതിപ്പോൾ നിങ്ങൾ ഈ പത്രത്തിൽ കണ്ടതും ന്യൂസ് ചാനലിൽ കേട്ടതുമൊക്കെ നമുക്ക് അറിയാവും. തീർച്ചയായിട്ടും വിശദമായിട്ട് അന്വേഷിച്ച് എന്താണെന്ന് സത്യാവസ്ഥ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വളരെ നിരപരാധിയായ ഒരു കുട്ടി, വളരെ കൂളായിട്ട് നടക്കുന്ന, ആരോടും ഒരു വിദ്വേഷവും ഇല്ലാത്തൊരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. നമ്മുടെ സംസ്ഥാനത്തേക്ക് വാസത്തിൽ ഇത് വളരെ പ്രശ്നമുണ്ടാക്കുന്നതാണിത്. അത് അന്വേഷിക്കേണ്ട ചുമതലയാണ്. ഇതിനിടെ നവീന്റെ കാർ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും പോലീസ് കണ്ടെത്തി. സ്പോട്ട് ലൈവ് പരിശോധിക്കുന്ന വിഷയം ഇതാണ്. ഈ ബ്ലാക്ക് മാജിക് അടക്കമുള്ള ഇടപാടുകളിലേക്ക് ഈ കുടുംബം, നവീനും ഭാര്യയും എത്തിയത് എങ്ങനെയാണ്? ഈ ദമ്പതികളും ആര്യയും തമ്മിൽ എങ്ങനെയാണ് സൗഹൃദത്തിലായത്? മരണത്തിന് മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഈ വിഷയമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. BV അരുണും പ്രദീപ് സി നെടുമണും ചേരുന്നുണ്ട്. ആദ്യം BV അരുണിലേക്ക് പോവുകയാണ്. അരുൺ, ഈ മരണവുമായി ബന്ധപ്പെട്ട് ദമ്പതികളുടെയും സുഹൃത്തിൻ്റെയും മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്, ആത്മഹത്യയാണെന്ന്. പക്ഷെ അതിലേക്ക് എത്തിയ കാരണം സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതയുണ്ട്. ബ്ലാക്ക് മാജിക് ആണ് ഇതിന് പിന്നിൽ, ഇവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണത്തിന് പിന്നിലെന്ന് പോലീസിന് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അതോടൊപ്പം ഇവർ തമ്മിലുള്ള ഈ സൗഹൃദം അത് എങ്ങനെയാണ് ഉണ്ടായത്? അവർ പ്രവർത്തിച്ചിരുന്ന പുനർജനി എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടാണോ ഇവർ അടുക്കുന്നത്?
അടിമുടി ദുരൂഹത ഇപ്പോഴും ഇതിൽ അവശേഷിക്കുന്നതിന് പറയേണ്ടി വരും. കാരണം ഈ ഇത്തരം ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുമ്പോൾ ഒന്നുകിൽ ആ രീതിയിലുള്ള വിദ്യാഭ്യാസമുള്ള ആൾ, ഇത്രയധികം വിദ്യാഭ്യാസമുള്ള രണ്ടുപേരും ആയുർവേദ ഡോക്ടർമാരായിരുന്നു. അവർക്കൊപ്പം പോയ ആര്യ എന്ന കുട്ടി അധ്യാപികയായിരുന്നു. അത്തരത്തിൽ വലിയ വിദ്യാഭ്യാസമുള്ള സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ള 2 കുടുംബങ്ങളിലെ ആളുകളാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത്. ആത്മഹത്യാ നിഗമനം തന്നെ പോലീസ് ഈ ഘട്ടത്തിൽ നിൽക്കുന്നു. കാരണം കേരള പോലീസിന്റെ അന്വേഷണ സംഘം അവിടെ വൈകുന്നേരത്തോടുകൂടി എത്തുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോഹട്ടിയിൽ അവർ എത്തിക്കഴിഞ്ഞു. അവിടെ നിന്ന് അരുണാചൽ പ്രദേശ് ഇറ്റാനഗറിലേക്ക് വൈകുന്നേരത്തോടുകൂടി എത്തും. നിലവിൽ പോലീസിനുള്ള വിവരം, കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിച്ച ചില സൂചനകൾ, അതുപോലെ ഈ ഇറ്റാനഗർ അരുണാചൽ പ്രദേശിലെ പോലീസ് നൽകുന്ന അവിടുത്തെ SP മറ്റും നൽകിയ ചില വിവരങ്ങൾ മാത്രം. കാരണം ഇവരുടെ മൊബൈൽ ഫോണും മറ്റും അവിടെ പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. അവിടെ ഇവർ കൂടുതലും സെർച്ച് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണെന്ന ഒരു കണ്ടെത്തൽ ഇറ്റാനഗർ പോലീസ് ഇവിടുത്തെ പോലീസിനെ അറിയിച്ചിട്ട് കുടുംബാംഗങ്ങൾക്കും ചിലർക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇവർ ഈ പ്രത്യേകിച്ച് നവീൻ അത്തരം കാര്യങ്ങളിൽ ആകൃഷ്ടനായ ആളാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അന്തർമുഖനായിരുന്നു. പലപ്പോഴും വാതിലടച്ച വീടിനുള്ളിലിരിക്കുന്ന ആളാണ്. ഇത്തരം കാര്യങ്ങൾ വിശ്വാസവുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നവീൻ പ്രാക്ടീസ് ചെയ്തിരുന്നു എന്ന ഒരു വിലയിരുത്തൽ പോലീസിനുണ്ടായി. അപ്പുറത്തേക്ക് കാര്യമായ തെളിവുകൾ ഈ ഘട്ടം വരെയും പോലീസ് ലഭിച്ചിട്ടില്ല. ഇവർ നവീനും അതുപോലെ ആര്യയും നവീനും ദേവികയും വിമാനത്താവളത്തിലേക്ക് പോകാൻ ഉപയോഗിച്ച കാർ ആര്യ തന്നെയാണ് പോയതെന്നാണ് പോലീസ് കരുതുന്നത്. ആ കാറ് ആഭ്യന്തര ടെർമിനലിൽ നിന്ന് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ചില രേഖകൾ, അതായത് ഇവരുടെ ചില റെസിപ്റ്റുകൾ, ഇവർ ചില കടകളിൽ പോയതിൻ്റെ മറ്റും റെസിപ്റ്റുകൾ, ഈ ജോലി ചെയ്തിരുന്ന ആര്യയും അതുപോലെ ദേവിക ജോലി ചെയ്യുന്ന സ്വകാര്യ സ്കൂളിലെ ചില ഫയലുകളൊക്കെ പോലീസ് ലഭിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പരിശോധന കടക്കുന്നു. ഇവരുടെ വീടുകളിൽ ഇതുവരെയും പോലീസ് പരിശോധന നടത്തിയിട്ടില്ല. കാരണം വീട്ടുകാർ അത്തരമൊരു കാര്യം തിരിച്ചറിഞ്ഞ്, അതായത് നവീൻ്റെ കുടുംബത്തിൽ അതുപോലെ ദേവികയുടെ കുടുംബത്തിലും മാത്രമാണ് മരണം വീട്ടുകാർ അറിഞ്ഞിട്ടുള്ളത്. ആര്യയുടെ അമ്മയൊന്നും ഇതുവരെയും മകൾ മരിച്ചവരെ അവരെ 26 മുതൽ കാണാനില്ല എന്ന കാര്യം മാത്രമേ അവർക്കറിയാവൂ. പോലീസ് പരാതികൾ നൽകിയിരുന്നതും ആ ഒരു അന്വേഷണമാണ് ഇവരിലേക്ക് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേർന്നത്. ഏതായാലും കൂടുതൽ പരിശോധന, അന്വേഷണം വിശദമായി തന്നെ നടത്തേണ്ടതുണ്ട്. കേരള പോലീസ് സംഘം അവിടെ നടത്തുന്ന തെളിവെടുപ്പ്, ആര്യയുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ആര്യയെ ദമ്പതികൾ നവീനും ദേവിയും കുടുക്കിയതാണെന്ന് പറയുന്നു. ഇവർ എങ്ങനെയാണ് സൗഹൃദത്തിലായത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഇവരുടെ സൗഹൃദം ആ സ്കൂളിൽ തന്നെയാണ്. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ സ്കൂളിലെ അധ്യാപകരാണ് ഈ ആര്യയും അതുപോലെ ദേവികയും. ആര്യ റഷ്യനാണ് അവിടെ പഠിപ്പിച്ചിരുന്നത്, ജർമ്മനാണ് ദേവിക പഠിച്ചത്. ജർമ്മനിയിൽ പോയി സ്കോളർഷിപ്പോട് കൂടി ജർമ്മൻ ഭാഷ പഠിച്ച ആൾ കൂടിയാണ്, അവിടെ വിദ്യാഭ്യാസം നടത്തിയ ആൾ കൂടിയാണ് ദേവിക. ഇവർ തമ്മിൽ അത്തരം അവിടെ ജോലി ചെയ്യുമ്പോഴുള്ള സൗഹൃദമാണ്. ആ സൗഹൃദം ഇരു വീട്ടുകാർക്കും അറിയാൻ പറ്റുന്നു. കാരണം ഇവരുടെ വീടുകൾ തമ്മിലും 3 കിലോമീറ്ററിനുള്ളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. രണ്ടുപേരും വട്ടിയൂർക്കാവിന് സമീപത്ത് താമസിക്കുന്ന ആളുകളാണ്. അത്തരത്തിൽ ഇവർ തമ്മിൽ അഗാധമായ അടുപ്പമുണ്ടെന്നുള്ള വീട്ടുകാർക്കറിയാം. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിൽ ഇവർ ഈ ബ്ലാക്ക് മാജിക്കിന് അടിമപ്പെട്ടുന്ന ആളുകളാണോ? പ്രത്യേകിച്ചും ആര്യയുടെ കുടുംബ പശ്ചാത്തലം വളരെ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ള കുടുംബമാണ്. ഒരു കൂട്ടുകുടുംബ സംവിധാനത്തിൽ ഒരു വീട് ആ പ്രദേശത്ത് ആകെ അവരുടെ ബന്ധുക്കൾ താമസിക്കുന്ന വീടുകൾ അടുത്തടുത്തുള്ളത്. അവരിൽ എല്ലാവരുമായി നല്ല അടുപ്പം പുലർത്തിയിരുന്ന ഒരു പെൺകുട്ടിയാണ്. നാട്ടുകാരുമായി അത്രയധികം അടുപ്പമില്ലെങ്കിൽ പോലും ആ കുടുംബാംഗങ്ങൾക്കുള്ളിൽ നല്ല അടുപ്പം പുലർത്തിയിരുന്ന പെൺകുട്ടിയാണ് ആര്യ. അവർ ദൈവവിശ്വാസിയാണെന്ന് വീട്ടുകാർ പറയുന്നു. അമ്പലത്തിൽ സ്ഥിരമായി പോകുന്ന ആളാണ്. അടുത്ത മാസം അവരുടെ വിവാഹം നടക്കാനിരുന്നതാണ്. അതിലും ഒരു തരത്തിലുള്ള എതിർപ്പും ആര്യ പ്രകടിപ്പിച്ചിരുന്നില്ല. വിവാഹ സാരി എടുക്കാൻ പോലും കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷത്തോടെ പോയി എന്നൊക്കെയാണ് നമ്മുടെ ആര്യയുടെ അടുത്ത ബന്ധു തന്നെ നമ്മോട് ഇന്ന് രാവിലെ പറഞ്ഞത്. അത്തരത്തിൽ അവർക്കിതൊരു അത്ഭുതമായാണ് തോന്നുന്നത്. ഈ ഒരു അടുപ്പം ഈ നവീനും കുടുംബവുമായി ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക് പോലുള്ള പ്രാക്ടീസുകൾ എങ്ങനെ ഈ പെൺകുട്ടി അതിലേക്ക് എത്തിയെന്ന കാര്യമൊക്കെ വീട്ടുകാർക്ക് തികച്ചും അത്ഭുതമാണ് ഉണ്ടാക്കുന്നത്. അവർ അത്തരം കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് കേട്ടിട്ടില്ല. കാരണം സ്വാഭാവികമായും അത്തരം വിശ്വാസങ്ങളുടെ ഭാഗമാണെങ്കിൽ ഇവരുടെ അമ്പലത്തിലും മറ്റും പോകുമായിരുന്ന ചോദ്യം കൂടി വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിലാണ് അവർക്കേറെ ദുരൂഹതയുള്ളത്. എന്തുകൊണ്ടാണ് ഇവർക്കൊപ്പം ദമ്പതിമാർക്കൊപ്പം ഇവർ ഈ സ്ഥലം തന്നെ പോകാൻ തിരഞ്ഞെടുത്തത്? പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് 1 വർഷം മുമ്പ് നവീനും ദേവികയും ഇതേ സ്ഥലത്ത് പോയിരുന്നു എന്നൊരു വിവരം കൂടി പോലീസ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥിരീകരണം കൂടിയതിനോട് ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. എന്നാൽ ആര്യ അവിടെ അവർക്കൊപ്പം പോയിരുന്നില്ല. ഇതും ഒരു കൺവെൻഷൻ പങ്കെടുക്കാമെന്ന് പറഞ്ഞ് വീട്ടുകാരുടെ അറിവോടുകൂടിയാണ് ദമ്പതികൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ നിന്ന് ഗോഹട്ടിയിലേക്ക് പോകുന്നത്.
പക്ഷേ ആര്യ അങ്ങനെയല്ല പോയത്. ആര്യ വീട്ടുകാരുടെ സ്കൂളിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷേ സ്കൂളിൽ പോയ ശേഷം അവിടെ നിന്ന് 10 ദിവസത്തെ മറ്റോ ലീവ് ആവശ്യപ്പെട്ട ശേഷം ഇവർക്കൊപ്പം മുങ്ങുകയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായും പോലീസ് അങ്ങനെ ഒരു മാൻ മിസ്സിംഗ് കേസാണ് ആദ്യം അന്വേഷിച്ചത്. ഫോൺ കോൾ, അവസാനം വിളിച്ച ഫോൺ കോളും മറ്റും പരിശോധിക്കുമ്പോഴാണ് നവീൻ്റെയും അതുപോലെ ദേവികയുടെയും ഒക്കെ ഫോണിലേക്കാണ് വിളിച്ചത്. അങ്ങനെ ആ ബന്ധം അന്വേഷിച്ചാണ് പോലീസ് ഇവർക്കൊപ്പമാണ് ഗുവാഹട്ടിയിലേക്ക് ആര്യയും പോയ നിഗമനത്തിലെത്തിയത്. പിന്നീടാണ് ഈ മരണമൊക്കെ പോലീസ് അറിയുന്നത്. ഈ കുടുംബാംഗങ്ങളെയാണ്, ബാലമാധവ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെയാണ് ഇറ്റനഗർ പോലീസ് SP ആദ്യ വിവരം വിളിച്ചറിയിക്കുന്നത്. കേരള പോലീസ് ഇനിയും കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. അവിടെ എത്തിയ ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കൂ. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ആരംഭിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാത്രിയോ നാളെയോ കേരളത്തിലേക്ക് ഈ ഭൗതിക ശരീരങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കുടുംബാംഗങ്ങളുള്ളത്. സംസ്കാര ചടങ്ങുകളും മറ്റും പൂർത്തിയാക്കിയ ശേഷമാകും പോലീസിന്റെ അന്വേഷണം കുറച്ചുകൂടി കാര്യമായി നടക്കുക. കാരണം വീട്ടുകാരെ ഇപ്പോൾ തന്നെ അഭിമുഖീകരിക്കാൻ പോലീസിന് ചില ഒരു കാര്യം കൂടി അറിയേണ്ടത്, നിലവിലെ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം അരുണാചലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ അരുണാചൽ പ്രദേശിലെത്തും. ഏത് പോലീസിനാണ് ഇതിന്റെ അന്വേഷണ ചുമതല? കാരണം ആര്യയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ നവീനും ദേവിയും കോട്ടയം മീനടം സ്വദേശികളാണ്. ഇത് കോട്ടയം പോലീസായിരിക്കുമോ തിരുവനന്തപുരം പോലീസായിരിക്കുമോ ഇവരുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അന്വേഷിക്കുക? ആര്യയുടെ മിസ്സിംഗ്, ആര്യയെ കാണാതായ വിഷയത്തിൽ വട്ടിയൂർക്കാവ് പോലീസാണ് FIR ചാർജ് ചെയ്തത്. ആ FIRന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത്. അതിനുശേഷമാണ് ആര്യയുടെ മൃതദേഹം ഉൾപ്പെടെ അവിടെ നിന്ന് ലഭിക്കുന്നു. മരണം സംഭവിച്ച വിവരം പോലീസ്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് പോലീസിൽ നിന്നുള്ള സബ് ഇൻസ്പെക്ടറും എസ്ഐയും മറ്റുദ്യോഗസ്ഥരുമാണ് അവിടേക്ക് പോയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ അവർ തന്നെയാണ് അന്വേഷണം. സ്വാഭാവികമായും അവരുടെ നവീൻ്റെ കുടുംബം പാമ്പാടിയിലുള്ള മീനടം ഉള്ളതാണ്, കോട്ടയത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള പോലീസും ഈ അന്വേഷണത്തിന്റെ ഭാഗമാകും. എങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇവിടെയുള്ള FIR അടിസ്ഥാനത്തിലാകും അന്വേഷണം. ആര്യയുടെ മാൻ മിസ്സിംഗ് ആകും ആദ്യം അന്വേഷിക്കുക. ഇറ്റാനഗർ പോലീസ് സ്വാഭാവിക മരണത്തിന് അവിടെ കേസെടുത്തിട്ടുണ്ട്. അതും ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാകും. ഇപ്പോൾ ഇവിടെ നിന്ന് വട്ടിയൂർക്കാവ് പോലീസ് ഉദ്യോഗസ്ഥരാണ് അവിടേക്ക് പോയത്. വൈകുന്നേരത്തോടുകൂടി അവർ അവിടെ എത്തും. അതിനു മുമ്പ് തന്നെ 2 കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ, ആര്യയുടെ നവീൻ്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ദേവികയുടെ കുടുംബാംഗങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റും മറ്റും അവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അവിടുത്തെ മലയാളി അസോസിയേഷൻ പ്രവർത്തകരൊക്കെ ഈ കുടുംബത്തിന് സഹായവുമായി അവിടെ എത്തിയിട്ടുണ്ട്. ഇവർ താമസിക്കുന്ന ഹോട്ടലിൽ നടക്കം ആളുകളുടെ മൊഴി പോലീസ് ശേഖരിക്കും. നിലവിൽ അവിടുത്തെ അന്വേഷണ സംഘം അത് ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ കേരള പോലീസും അത്തരം അന്വേഷണത്തിന്റെ ഭാഗമായി അവരുടെ മൊഴിയെടുക്കുകയും CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ഈ പ്രദേശം തെരഞ്ഞെടുത്തു എന്നതിനും ചില സംശയങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. വിശ്വാസവുമായി ബന്ധപ്പെട്ട് തന്നെയാണോ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത്? മ്യാൻമാറിന്റെ അതിർത്തി പ്രദേശമെന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും വ്യക്തമാണ്. ഇപ്പോഴുമുണ്ട്. എന്തിനാണ് ഇവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഈ അരുണാചൽ പ്രദേശിലേക്ക് പോയത്? ഇവർ 3 പേരും എങ്ങനെയാണ് അടുത്തത്? ഇതിന് പിന്നില്, ഇവരെ ഈ ബ്ലാക്ക് മാജിക്കിലേക്ക് അടുപ്പിച്ചതിന് പിന്നില് ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണം. പോലീസ് വിശദമായി കേസ് അന്വേഷിക്കുന്നുണ്ട്. പ്രദീപ് സി നെടുമൺ കൂടി ചേരുന്നുണ്ട്. പ്രദീപ് സി നെടുമൺ, താങ്കൾ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത്തരം ബ്ലാക്ക് മാജിക്, അതുപോലെ ദുർമന്ത്രവാദം, ഈ വിഷയത്തിൽ വിശദമായ ഒരു പരിശോധനകൾ നടത്തിയിട്ടുള്ള, അന്വേഷണം നടത്തിയിട്ടുള്ള, നിരവധി അന്വേഷണ പരമ്പരകൾ ചെയ്തിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്, നമുക്ക് പലപ്പോഴും ഇത്തരം നരബലി, അതുപോലെ ആസ്ട്രൽ പ്രൊജക്ഷൻ, ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ മലയാളികൾ ആശ്ചര്യത്തോടെ ചോദിക്കാറുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണോ, ഇത് വിശ്വസനീയമാണോ എന്ന്. നമുക്ക് ഈ മൂവർ സംഘത്തിൻ്റെ, ദമ്പതികളുടെ അവരുടെ സുഹൃത്തിൻ്റെയും മരണം പരിശോധിക്കുമ്പോഴും ഈ വാർത്ത പുറത്തു വന്നപ്പോഴും ബ്ലാക്ക് മാജിക്കാണ് ഇതിന് പിന്നിലെന്ന് പോലീസിൻ്റെ സംശയമുണ്ട്. ഇത് എങ്ങനെയാണ് ഇവർ ഇതിലേക്ക്, പ്രത്യേകിച്ച് വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ളവർ, ആയുർവേദ ഡോക്ടർമാർ, അധ്യാപകർ, ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു കെണിയിൽ ചെന്ന് പെടുന്നത്? അത്രയും ഒരു അന്ധവിശ്വാസം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ, അതായത് 2024 ഇങ്ങനെ അന്ധവിശ്വാസത്തിന് അടിമകളായ ഒരു തലമുറ, പ്രത്യേകിച്ച് ഒരു യുവതലമുറ ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വാർത്തകളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരം സംഘങ്ങൾ ഏതാണ്ട് 25 വർഷം മുമ്പ് തന്നെ കേരളത്തിൽ സജീവമായിരുന്നു എന്ന വിവരം ഉണ്ടായിരുന്നു. പലതവണ പോലീസ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്.
നന്ദൻകോട് കൊലപാതകത്തോടെയാണ് കൂടുതലായി പോലീസിൻ്റെ ശ്രദ്ധ ഇക്കാര്യങ്ങളിലേക്ക് വന്നത്. ഏതാനും വർഷം മുമ്പ് തൃക്കാക്കരയിൽ ഈ സാത്താൻ സേവ നടത്തുന്ന ആളുകൾ ഒരു രഹസ്യ യോഗം സംഘടിപ്പിച്ചിരുന്നു. അതിലേക്ക് കേരള പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ആ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായി. പക്ഷേ പിന്നീട് കേസുകളും മറ്റും ഉണ്ടായില്ല. ആ സംഭവം അങ്ങനെ കെട്ടടങ്ങുകയായിരുന്നു. ഏറ്റവും അധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു സംഭവം ആലപ്പുഴയിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നും തിരുവോസ്തി മോഷ്ടിക്കപ്പെട്ട സംഭവം. അന്നേരമാണ് ഇത്തരം സംഘങ്ങൾ കേരളത്തിൽ വീണ്ടും സജീവമാണെന്ന ചർച്ചകൾ ഉയർന്നു വന്നത്. പള്ളിയിലെ തിരുവോസ്തി ഉപയോഗിച്ച് അവർ സ്ത്രീകളുടെ ആർത്തവരക്തം തിരുവോസ്തിയിൽ മുക്കി അത് അശുദ്ധമാക്കുന്ന ചില വിശ്വാസങ്ങൾ, അത് സാത്താൻ സേവയുടെ ഭാഗമാണ്. നമുക്കറിയാം, ഇത് സാത്താൻ സേവ എന്നതുകൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. എല്ലാ മതവിഭാഗങ്ങളിലും ഇത്തരം ദുരാചാരങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ മുതലെടുത്തുള്ള ആളുകളുടെ വിശ്വാസം മുതലെടുത്തുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ചില ഭാഗമാണ് ഇത്തരം ഗ്രൂപ്പുകൾ സജീവമായിരിക്കുന്നത്. അന്തർദേശീയ തലത്തിൽ തന്നെയുള്ള വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകളുടെ ചുവട് പിടിച്ചാണ് സാത്താൻ സേവ സംഘങ്ങൾ, ആൻറ്റി ക്രൈസ്റ്റ് ഗ്രൂപ്പുകൾ കേരളത്തിലും മറ്റും ആദ്യം പ്രവർത്തനം തുടങ്ങിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായി സമീപകാലത്ത് ഈ സമൂഹ മാധ്യമങ്ങൾ വളരെയധികം വ്യാപകമായതോടെ ഇത്തരം നിരവധി ഗ്രൂപ്പുകൾ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത്തരം ഗ്രൂപ്പുകൾ പലപ്പോഴും ഈ അഭ്യസ്തവിദ്യരെയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ചൂഷണം ചെയ്യുന്നത്. അതായത് ഇവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ദൈവവിശ്വാസം അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ഉള്ളപ്പോൾ നെഗറ്റീവ് എനർജിയുമുണ്ട്. അതുപോലെ ദൈവം ഉണ്ടെങ്കിൽ ചെകുത്താനുമുണ്ട്, സാത്താനുമുണ്ട്. അങ്ങനൊരു വിശ്വാസം വിശ്വാസികളിൽ തന്നെ അടിച്ചേൽപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഭൗതിക ജീവിതത്തിൽ കൂടുതൽ സുഖസൗകര്യങ്ങളും മറ്റും ലഭിക്കാൻ ഏറ്റവും അധികം നിങ്ങളെ സഹായിക്കുക സാത്താൻ സേവയിലൂടെയാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഇത്തരത്തിൽ പുതിയ തലമുറ ഇതിലേക്ക് ആകൃഷ്ടരാകുന്നു. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇവിടെയൊക്കെ നടക്കുന്നത് ലഹരി മാഫിയയുടെ അല്ലെങ്കിൽ ലൈംഗിക വൈകൃതമുള്ളവരുടെ അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു മറപിടിക്കൽ മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. പലരും അറിയാതെയാണ് ഇതിലേക്ക് എത്തപ്പെടുന്നത്. നമുക്കറിയാം, ബംഗളൂരുവിൽ നിന്നും മറ്റും പഠിക്കാൻ പോയ പല കുട്ടികളും അവർ തിരിച്ചെത്തുമ്പോൾ ഇത്തരം ആരാധന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പക്ഷേ എല്ലാവരും തന്നെ ലഹരി മാഫിയയുടെ പിണിയാളുകളാണ് എന്നതാണ് പറയേണ്ട കാര്യം. ഇതുപോലെ സംഭവം കോട്ടയത്തും സമാന രീതിയിലുള്ള സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കത്തോലിക്ക സഭയിൽ ഒരു പുരോഹിതൻ തന്നെ മുമ്പൊരിക്കൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്ന വ്യക്തമായതിനെ തുടർന്ന് സഭ അയാളെ വൈദിക വൃത്തിയിൽ നിന്ന് വിലക്കുന്ന സംഭവം പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാനാകുന്നില്ല. ഇത്തരം വാർത്തകൾ വരുമ്പോൾ മാത്രമാണ് ആളുകളുടെയും പോലീസിൻ്റെയും ഒക്കെ ശ്രദ്ധ ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് വരുന്നത് എന്നതാണ് വാസ്തവം. അതായത് തീർച്ചയായും ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു ആഴങ്ങൾ പരിശോധിക്കുന്നത്. പക്ഷേ അറിയേണ്ടത് പ്രദീപ് സിന്ദർമൺ, ഇതിൻ്റെ ഒരു സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. തിരുവനന്തപുരത്തെ ഈ കേസ് എടുത്തു നോക്കിയാൽ, അതായത് ഈ 3 പേരുടെ ദമ്പതികളുടെയും സുഹൃത്തിൻ്റെയും മരണത്തെക്കുറിച്ച് പരിശോധിച്ചാൽ അവിടെ പുനർജനി എന്ന ഒരു സംഘടനയെക്കുറിച്ച് പോലീസ് പ്രതിപാദിക്കുന്നുണ്ട്. ഈ സംഘടന ഈ രീതിയിൽ ഈ ബ്ലാക്ക് മാജിക്കിനെയും അതായത് ദുർമന്ത്രവാദത്തേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? ഇന്നലെ ഈ സംഭവം ഉണ്ടായ ശേഷമാണ് പുനർജനി എന്ന ഈ സംഘടനയെക്കുറിച്ച് ആളുകൾ പറയുന്നത്. കോട്ടയത്ത് ഈ മരിച്ച നവീൻ്റെ അയൽവാസികളായ ചിലരും മറ്റും ഇവർ ഈ സംഘടനയിൽ അംഗങ്ങളാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇവർ പ്രത്യേക ജീവിതചര്യ പിന്തുടരുന്ന ആളുകളായിരുന്നു ഈ ദമ്പതിമാർ. അതുകൊണ്ട് തന്നെ അത്തരമൊരു സംശയം ആളുകൾക്ക് പലർക്കും ഉണ്ടായിരുന്നു. പോലീസും ഈ സംഘടനയെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണോ എന്ന് സംബന്ധിച്ച് യാതൊരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. ഈ 3 പേരും, ഈ മരിച്ച ആര്യ അടക്കം 3 പേരും പുനർജനി എന്ന സംഘടനയിൽ അംഗങ്ങളായിരുന്നു എന്നാണ് വിവരം. ഈ സംഘടനയെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തായാലും നവീനും ദേവിയും വ്യത്യസ്തമായ ചില രീതികൾ പിന്തുടർന്നിരുന്നു. സമൂഹത്തോട് അകന്നു നിൽക്കാനുള്ള അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നും മറ്റും വിട്ടുനിൽക്കാനുള്ള ചില പ്രവണത അവർ കാണിച്ചിരുന്നു എന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തന്നെയല്ല, ഇവരുടെ മുറിയിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിലും മറ്റും വിചിത്രമായ ചില കാര്യങ്ങൾ, ഞങ്ങൾ എത്തേണ്ടിടത്തേക്ക് പോകുന്നു എന്ന രീതിയിലൊക്കെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന തരത്തിൽ അത്തരത്തിലാണ് അന്വേഷണവും. ഇവർ ഏറ്റവും അധികം ഗൂഗിളിലും മറ്റും തിരഞ്ഞിരുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചുമൊക്കെയാണ്. ഈ 3 പേരും അത്തരത്തിലുള്ള തെരച്ചിലുകൾ ഇന്റർനെറ്റിൽ നടത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഇത്തരം ചിത്രങ്ങളും മറ്റും വാട്സപ്പിലും മറ്റും ഇവർ പരസ്പരം ഷെയർ ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങളിലേക്ക് പോലീസ് അന്വേഷണം എത്തുന്നത്. എന്തായാലും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി മറ്റു ചില ഗ്രൂപ്പുകളിലേക്കും അന്വേഷണം എത്താൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ വർഷങ്ങളായി ഈ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം ഗ്രൂപ്പുകളെക്കുറിച്ചുള്ള പല വിവരങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ ഇവർ വളരെ ഗോപ്യമായാണ് പ്രവർത്തിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായാലും മറ്റും അത് ലഹരിക്കടിമകളായ യുവാക്കളാണ് ഇവരിൽ ഏറെ പേരും. അതുകൊണ്ട് തന്നെ ഇത്തരം മരണങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാറുകയാണ് പതിവ്. വളരെ വിപുലമായ രീതിയിലുള്ള അന്വേഷണമൊന്നും ഇത്തരം സംഘങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അതുതന്നെയാണ് ഇവർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം പകരുന്നത്. ഏറ്റവും പ്രദീപ്, നമുക്കറിയാം ഈ സമീപകാലത്താണ് നന്ദൻകോട്ടെ കൂട്ടക്കൊലപാതകം. ആസ്റ്റർ പ്രൊജക്ഷന്റെ പേരിൽ കേഡൽ ജീൻസൺ രാജ ഉറ്റവരെ മാതാപിതാക്കളെയും സഹോദരിയും അടക്കം കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ ഞെട്ടലോടെ കേട്ടത്. പിന്നീട് ഇലന്തൂർ നരബലി, അങ്ങനെ നിരവധി സംഭവങ്ങൾ പ്രദീപ് സൂചിപ്പിച്ചതുപോലുള്ള പല കേസുകളും
കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഇവിടെയൊന്നും ഇത്തരം സംഘടനകളിലേക്ക് അന്വേഷണം നീങ്ങിയില്ല. ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിൽ പോലീസ് പോലും എഴുതിത്തള്ളി. ആ രീതിയിൽ ഒരു പുകമറ മാത്രം സൃഷ്ടിക്കാനാണ് നമ്മുടെ അന്വേഷണ സംഘങ്ങൾക്ക് കഴിഞ്ഞത്. അതിനപ്പുറം ഈ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനകളിലേക്ക്, അതല്ലെങ്കിൽ ഈ സാത്താൻ സേവാ പ്രവർത്തകരിലേക്ക് അന്വേഷണം ചെന്നെത്തുന്നുണ്ടോ? ഇവരെ ഏതെങ്കിലും രീതിയിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരോധിക്കാനോ നിയന്ത്രിക്കാനോ കഴിയുമോ? അത്തരം നിരവധി പരിമിതികൾ ഇക്കാര്യത്തിൽ ഉണ്ട് ടോം. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു അന്ധവിശ്വാസ നിരോധന നിയമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സജീവമായിരുന്നതാണ്. അതിൻ്റെ കരട് തയ്യാറാക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ആ നിയമം എങ്ങും എത്താതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കാരണം ഇതിൽ വലിയ ഒരു പ്രശ്നം ഈ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പുകൾ അത് എങ്ങനെ നിർവചിക്കും എന്നുള്ള വിഷയങ്ങൾ, വ്യവസ്ഥാപിതമായ ആൾ ദൈവങ്ങളുടെ കേന്ദ്രങ്ങൾ, ഇത്തരം കേന്ദ്രങ്ങൾക്ക് നടക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ, ഇതിലേക്കൊക്കെ എത്തുക എന്നത് നിയമ സംവിധാനത്തെ അവർക്ക് വളരെ അതിൽ പരിമിതികളുണ്ട്. പോലീസിന് ഇത്തരം കാര്യങ്ങളിൽ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാകാം അത്തരമൊരു നിയമം ഒരിക്കലും പ്രാബല്യത്തിൽ വരാത്തത്. അതേസമയം മഹാരാഷ്ട്രയിൽ ഇത്തരമൊരു നിയമം നിലവിലുണ്ട്. മഹാരാഷ്ട്രയിൽ വളരെ ശക്തമായ രീതിയിൽ ഇത്തരമൊരു നിയമം മുമ്പോട്ട് പോകുന്നുമുണ്ട്. ഒരു പരിധിവരെയൊക്കെ സർക്കാരിന് വേണമെങ്കിൽ അത്തരമൊരു നിയമനിർമ്മാണം കൃത്യമായി നടപ്പാക്കിയാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കൂടിയാണ് യുവാക്കളെ ഏറ്റവും അധികം അവരുടെ വലയിലേക്ക് എത്തിക്കുന്നത് എന്നതാണ്. അതിന് സൈബർ സെല്ലും മറ്റും കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇത്തരം ഗ്രൂപ്പുകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തേണ്ടതുണ്ട്. കാരണം ഇത് ആരാണ് ഇതിന് പിന്നിലെന്നത് ഇപ്പോഴും വ്യക്തമല്ല. എടുത്തു പറയേണ്ട കാര്യം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ തുടങ്ങിയ ലോഡ്ജ് എന്ന സംഘടനയുടെ ചുവട് പിടിച്ചുള്ള ഒരു സംഘം പോലും കേരളത്തിൽ സമീപകാലത്ത് പ്രവർത്തിക്കുന്ന ഇവർ ലഭിച്ചിരുന്നു. വലിയ ധനികരായ ആളുകളും മറ്റുമാണ് ഇത്തരത്തിലുള്ള ആ സംഘത്തിലൊക്കെ പ്രവർത്തിക്കുന്നത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ലഹരി ഉപയോഗത്തിനും ലൈംഗിക വൈകൃതങ്ങൾക്കുമുള്ള ഒരു ഇടമായി ആണ് മാറുന്നത് പലപ്പോഴും. അത്തരം കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ട് തന്നെ, അത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും നിയമ സംവിധാനങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു നിൽക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മറയിടാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. പ്രദീപ് സി നിർമ്മണാണ് വിവരങ്ങൾ നൽകിയത്. പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? ഈ ബ്ലാക്ക് മാജിക്കിൻ്റെയും മറ്റ് നരബലിയുടെയും ആഭിചാര ക്രിയകളുടെയും എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? അവരിലേക്ക് അന്വേഷണം എത്തേണ്ടതാണ്. കാരണം സമൂഹ മാധ്യമങ്ങളെപ്പോലും ഈ സംഘം ഉപയോഗിക്കുന്നു. നിരവധി യുവാക്കൾ ഇതിൻ്റെ അടിമകളായിട്ടുണ്ട് എന്നതാണ് ഏറെ നടുക്കമുണ്ടാക്കുന്ന കാര്യം. സ്പോട്ട് ലൈവിന് പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിൽ റിസോർട്ട് ജീവനക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമുടി വൈശം ഭാഗത്താണ് സംഭവം. അസം സ്വദേശിനി 50-കാരിയായ ഖാസിറ കൗദു ആണ് മരിച്ചത്. കൊലപാതകമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇവർ താമസിക്കുന്ന മുറിക്ക് പുറത്താണ് മൃതദേഹം കണ്ടെത്തിയത്. കഴുത്തിൽ കയർ കുരുക്കിയ പാടുകളുണ്ട്. നെടുമുടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഇത് ഈ മരണം കൊലപാതകമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ആ രീതിയിലാണ് അന്വേഷണം നീങ്ങുന്നത്. ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? ഇവിടെ ഈ ഖാസിറ തനിച്ചായിരുന്നോ? മരണം നടക്കുന്ന സമയത്ത് മറ്റ് സഹപ്രവർത്തകരുണ്ടായിരുന്നോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ടോം, ഇന്ന് പുലർച്ചെയോടെയാണ് പമ്പയാറിന്റെ തീരപ്രദേശത്ത് വൈക്കം നെടുമുടി പഞ്ചായത്തിൽ 15-ാം വാർഡിൽ 12-ാം വാർഡിലാണ് ഇത്തരത്തിൽ അയന ഹോം സ്റ്റേ എന്ന ഹോം സ്റ്റേയിൽ രാവിലെ അസം സ്വദേശിനിയായ ജീവനക്കാരുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ വീട്ടിൽ, അതായത് ഈ രാഘവൻ പിള്ള എന്ന് പറയുന്ന വേണുഗോപാൽ നായരുടെ ഉടമസ്ഥതയിലുള്ള ഹോം സ്റ്റേ ആണ് ഈ അയന ഹോം സ്റ്റേ. ഈ വീട്ടിൽ ഇവർ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് വേണുഗോപാൽ നായരും കുടുംബവും അവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ ഉൾപ്പെടെ 5 പേരാണ് ആ വീട്ടിലുള്ളതെന്നാണ്. ഇന്നലെ രാത്രി 10:45 വേണുഗോപാൽ നായരുടെ മകളും മരുമകനും പുറത്തുപോയി വന്നതിന് ശേഷമാണ് ഈ അസം സ്വദേശിനിയായ ഇവരെ ഹസീന എന്നാണ് വിളിക്കുന്നത്. ഹസീന അവിടെ ഉണ്ടായിരുന്നു. ഇവരെ കാണുകയും ചെയ്തു, ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് രാവിലെ 5 മണിക്ക്, അതായത് 5 മണിക്ക് ശേഷമാണ് ഇവരെ അന്വേഷിക്കുന്നത്. കാരണം അതിരാവിലെ തന്നെ ചായയുമായി കുടുംബാംഗങ്ങൾക്ക് ഒരു ചായ നൽകാറുണ്ട്. അത് കിട്ടാതായതോടുകൂടി ഇവരെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മുറിയുടെ വാതുക്കൽ മരിച്ചു കിടക്കുന്നതാണ്. ഈ ഹോം സ്റ്റേ ഉള്ളത് പമ്പയാറിന്റെ തീരത്താണ്. അവിടെ 5 മുറികളാണ് ഉള്ളത്. മരിച്ചു കിടക്കുന്ന സാഹചര്യത്തിൽ ഇവരെ കണ്ടെത്തുകയായിരുന്നു. കഴുത്തിൽ ഷോള് മുറുക്കിയിട്ടുണ്ട്. ഷോള് മുറുക്കിയിട്ട് കഴുത്തിൽ ആ ഞെരുങ്ങിയ പാടുകൾ പോലീസ് കണ്ടെത്തി.
കണ്ടെത്തിയിട്ടുണ്ട്. 2 കാതിലും ഉണ്ടായിരുന്ന കമ്മലുകൾ ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ കാൽപാദത്തിൽ 2 കാൽപാദത്തിലും മുറിവുകളും ഉണ്ടായിരുന്നു. ഒപ്പം ഇവരെ കാണാനായി ഇടയ്ക്കിടയ്ക്ക് ഭർത്താവും മകനും എന്ന് പറഞ്ഞ് 2 പേർ വരാറുണ്ടായിരുന്നു എന്ന് കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് പോലീസ് ഇവരെ ബന്ധപ്പെട്ടപ്പോൾ, അതായത് മരിച്ചതിന് ശേഷം ഇവരെ ബന്ധപ്പെട്ടപ്പോൾ ഇവരുമായി യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ള മറുപടിയാണ് അവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല ഇവർ മരിച്ച സമയത്ത് കണ്ട വസ്ത്രധാരണത്തിനും പ്രത്യേകതയുണ്ടായിരുന്നു. അതായത് ഇവർ പർദ്ദ ധരിച്ച രീതിയിലാണ് മരിച്ചു കിടക്കുന്നതായി. അതായത് ഇവർ താമസിക്കുന്ന മുറിയുടെ മുൻഭാഗത്താണ്, പുറത്തായിട്ടാണ് ഇവർ മരിച്ചു കിടന്നത്. അപ്പോൾ ഇവർ മരിച്ചു കിടന്നപ്പോൾ ധരിച്ചിരുന്നത് പർദ്ദയാണ്. അത് സ്വാഭാവികമായി ഇവര് പുറത്തേക്ക് പോകാൻ നേരത്തെ, അതായത് ജോലി ചെയ്യുന്ന സമയത്ത് ആ ഹോം സ്റ്റേയിൽ ഇടുന്ന വസ്ത്രമല്ല, മറിച്ച് ഇവർ പുറത്തേക്ക് പോകുന്ന ഘട്ടത്തിലാണ് എപ്പോഴും ഈ രീതിയിൽ പർദ്ദ ധരിക്കുന്നത് എന്നുള്ളതാണ്. അതായതുകൊണ്ട് ഇവരെ പുറത്തേക്ക് പോകാനുള്ള ശ്രമം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ആഭരണങ്ങൾ കാണാതായിട്ടുണ്ട്. കഴുത്ത് ഷോൾ ഉപയോഗിച്ച് ഞെരിച്ച പാടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കാലിലെയും മുറിവുകളുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു മറ്റ് ഇൻക്വസ്റ്റ് നടപടികളടക്കമുള്ള മോഷണത്തിനിടെയുള്ള കൊലപാതകമെന്ന് സംശയിക്കണോ ശരണ്യ? കാരണം ഇവിടെ ശരണ്യ സൂചിപ്പിച്ചതനുസരിച്ച് ഇവർ പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്നു, കഴുത്തിൽ സ്വർണ്ണാഭരണങ്ങളില്ല, കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, മറ്റ് ശത്രുക്കളൊന്നുമില്ല എന്ന് പറയുന്നു. അവിടെ നമ്മൾ സംശയിക്കേണ്ടത് ഒരു മോഷണ സാധ്യത ഇവിടെ സംശയിക്കണോ? ടോമി, കാസിറ കൗതം എന്ന് പറയുന്ന ഹസീന 4 മാസം മുമ്പാണ് ഈ പമ്പയാറിന്റെ തീരത്തുള്ള ഈ നെടുമുടി പഞ്ചായത്തിലെ ഹോം സ്റ്റേയിൽ, അയന ഹോം സ്റ്റേയിൽ ജോലിക്കായി എത്തുന്നതെന്നാണ് വീട്ടുകാർ ഇപ്പോൾ നൽകിയിട്ടുള്ള മൊഴി. മാത്രമല്ല ഇവരെ കാണാനായി എത്തിയിരുന്ന 2 പേരെ സംബന്ധിച്ചും ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ വീട്ടുകാരോട്, ഹോം സ്റ്റേ നടത്തുന്ന വീട്ടുകാരോട് ഇവർ പറഞ്ഞിരുന്നത് കാണാൻ വന്ന ആളുകൾ ഭർത്താവും ഒപ്പം തന്നെ തന്റെ മകനുമാണ് എന്നുള്ളതാണ്. കാണാൻ വരുമ്പോഴെല്ലാം ഇവർ കുടുംബത്തെ അറിയിച്ചിരുന്നത്. ഒപ്പം തന്നെ ഇന്ന് പോലീസ് അവരെ ബന്ധപ്പെട്ടപ്പോൾ ഇവരുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ള രീതിയിലാണ് ഈ കാണാൻ വന്ന ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല മോഷണ ശ്രമം നടന്നിട്ടുണ്ടോ അതോ മറ്റെന്തെങ്കിലുമാണോ? കാരണം അതിരാവിലെ ഇവർ എവിടേക്ക് പോകാനായി ഈ വസ്ത്രം ഇട്ടു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പർദ്ദ ധരിച്ച നിലയിൽ അവരെ വീടിന്റെ മുറ്റത്താണ് കാണുന്നത്. സാധാരണ പുറത്തേക്ക് ഇവർ പോകുമ്പോഴാണ് പർദ്ദ ധരിക്കാറുള്ളതെന്നാണ് ഈ ഹോം സ്റ്റേ ഉടമ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഇവർ 2 കാതിലും ഉണ്ടായിരുന്ന കമ്മലുകൾ കാണാതായിട്ടുണ്ട്. കഴുത്തിൽ മാലയിലായിരുന്നു, കഴുത്ത് ഷോളിട്ട് ഞെരിച്ച നിലയിലായിരുന്നു. ഒപ്പം തന്നെ കാലിലും പാടുകളുണ്ട്. തീർച്ചയായും ഒരു കൊലപാതകം എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് പോകുന്നത്. പക്ഷേ അത് മോഷണ ശ്രമമാണോ ഇനി മറ്റ് ദുരൂഹതകളാണോ? കാരണം ഈ കാണാൻ വന്ന ആളുകളും ഒക്കെയായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ അന്വേഷണ സംഘം കൂടുതൽ ഇപ്പം നിലവിൽ മറ്റ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് ബോഡി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് നടന്നത്. അതേസമയം തന്നെ പോലീസ് അവിടെയുള്ള മറ്റു സാധനങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സ്വദേശികളാണോ അതോ ഇവരുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇവരെന്തിനാണ് ഈ ഖാസിറയെ പലപ്പോഴും കാണാൻ വന്നിട്ടുള്ളത് എന്ന കാര്യത്തിലൊരു വ്യക്തത പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, അത് അവരിലേക്കൊക്കെ അന്വേഷണം നീങ്ങുകയാണ്. കാരണം ഇപ്പോൾ അത് സംബന്ധിച്ച് പോലീസ് മറ്റു കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല. വന്ന ആളുകൾ അന്യസംസ്ഥാനക്കാരാണ് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഞാൻ പറഞ്ഞില്ലേ, 4 മാസമേ ആയുള്ളൂ ഇവര് ഈ നെടുമുടിയിലെ ഈ പമ്പയാറിന് തീരത്തുള്ള ഹോം സ്റ്റേയിലേക്ക് ജോലിക്കായി എത്തിയിട്ട് 4 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അതിനിടയിലാണ് 1-2 തവണ ഈ ഭർത്താവും കുട്ടിയുമാണ് എന്ന് പറഞ്ഞ ആളുകൾ കാണാൻ വന്നിട്ടുമുള്ളത്. പക്ഷേ ഇന്ന് അവരെ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ അവരുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ള രീതിയിൽ പ്രതികരിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനകത്ത് മറ്റു ദുരൂഹതകളുണ്ട്. മോഷണം മാത്രമാണോ അതോ ഈ വന്ന ആളുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും നമുക്ക് വരുന്ന മണിക്കൂറുകൾ അത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദാംശങ്ങൾ നൽകാനാകും. പ്രാഥമികമായി ഇപ്പോൾ പോലീസ് അവിടെ മറ്റ് ഫോറൻസിക് ടീമൊക്കെ എത്തി ഈ സ്ഥലം അടക്കം പരിശോധിച്ചിട്ടുണ്ട്. മറ്റ് അവിടെ ഉണ്ടായിരുന്ന ഇവരുടെ സാധനങ്ങളും സാധന സാമഗ്രികളും പരിസരവും എല്ലാം അവർ പരിശോധിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് കുറച്ച് ദിവസം നേരം മുമ്പാണ് ഇൻക്വസ്റ്റ് നടപടി പൂർത്തീകരിച്ചത്. അതിനുശേഷം ഇത് പോസ്റ്റ്മോർട്ടത്തിനായി ബോഡി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള വിവരങ്ങൾ ഇനി ലഭ്യമാകേണ്ടത്. ഇവർക്ക് ഒരു 45 വയസ്സ് ആണ് പ്രായം, ഏകദേശം 45 വയസ്സ് പ്രായമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് വളരെ ഗൗരവത്തോട് തന്നെയാണ് ഈ വിഷയത്തെ നോക്കി കാണുന്നത്. കാരണം ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ട് സ്പോട്ടിലെത്തി ആണ് അവിടെ ഇൻക്വസ്റ്റ് നടപടി അടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കേട്ടോ, വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലാണ്
റിസോർട്ട് ജീവനക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഗോപുനന്ദിലെത്തി